ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന്റെ അല്ലെങ്കിൽ വെടിനിർത്തലിന്റെ സമയപരിധി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ വെടിനിർത്തൽ തുടരുമെന്ന് ഒരിക്കൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പിന്നീട് അതിൽ നിന്നും വിഭിന്നമായ നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, അദ്ദേഹം ഇപ്പോൾ പറയുന്നതല്ല രാവിലെ പറയുന്നതല്ല രാത്രി പറയുക, മാറ്റി മാറ്റി പറയുന്ന ആളാണ്. വ്യക്തമായ ഒരു നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യക്തമല്ല. പക്ഷെ അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇസ്രായേലിന് ഗുണകരമാവുന്ന രീതിയിൽ ഇസ്രായേലി താല്പര്യങ്ങളോടൊപ്പമാണ് എന്ന് നമുക്കറിയാവുന്നത് കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഒരു വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട് വീണ്ടും പുനരാരംഭിക്കുമോ, ഏത് രീതിയിൽ മിഡിൽ ഈസ്റ്റിനെ ബാധിക്കും, നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കും, ഇങ്ങനെ ആളുകൾ വളരെയധികം ആശങ്കയിലാണ്. ആ കാര്യത്തിൽ ലോകം മൊത്തം ഇത്തരം ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റ് ആണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരിടത്തു നിന്നും ഉണ്ടാവുന്നില്ല. ഇസ്രായേൽ ആണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും തുടരാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാർത്തകൾ, എന്താണ് വാർത്തയായിട്ട് വന്നിരിക്കുന്നത്? അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ കൂടി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു, പശ്ചിമേഷ്യയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്ക ഇറാനെതിരെ മറ്റൻ വമ്പൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലേക്ക് മൂന്നാമത്തെ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ അടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. US ജോർജ് H.W. ബുഷിനെയാണ് പെൻഗൺ ഇറാൻ ആക്രമണത്തിന് വേണ്ടി ഇത്തവണ വിന്യസിച്ചിരിക്കുന്നത്. 3 ഡിസ്ട്രോയിഡ് കപ്പലിൽ സജ്ജമാണ്. 5000 സൈനികർ ഇതിലുണ്ടെന്നാണ് ഫൈനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഇത്രയും വലിയ നാവിക വിന്യാസം US നടത്തുന്നത്. അതായത് 2003 ഇറാഖ് യുദ്ധത്തിന്റെ സമാനമായ ഒരു സാഹചര്യത്തിലാണ് ഈ കപ്പൽ വിന്യാസത്തെക്കുറിച്ച് വിലയിരുത്തപ്പെടുന്നത്. ഇനി കരയുദ്ധത്തിലേക്കുള്ള ഒരുക്കമാണെന്നുള്ള സംശയമാണ് ഇവിടെ പൊതുവായിട്ട് വിലയിരുത്തപ്പെടുന്നത്. കരയുദ്ധത്തിന് പ്രാപ്തരായ 10,000 സൈനികരെ നിയോഗിക്കുന്നുണ്ടെന്നും ഇതിൽ 82 എയർബോൺ ഡിവിഷനിൽ നിന്നും മൾട്ടിപ്പിൾ മറൈൻ എക്സ്പെഡിഷനറി യൂണിറ്റിൽ നിന്നുമുള്ള സൈനികരുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കരയുദ്ധത്തിന് കൂടി ഉപയോഗിക്കാൻ പര്യാപ്തമായ USS ട്രിപ്പോളിയും USS ബോക്സറും പ്രദേശത്ത് തന്നെയുണ്ട്. ഇപ്പോൾ 2 കപ്പൽ ഓൾറെഡി ഈ ഒരു മേഖലയിലുണ്ട്, പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ ജോർജ് H.W. ബുഷിന്റെ എന്ന കപ്പൽ കൂടി അതിൽ നിരവധി സൈനികരെ അണിനിരത്തി അമേരിക്ക വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആണെങ്കിൽ വഴങ്ങാൻ തയ്യാറാകുന്നില്ല. ഇറാൻ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്ക അനധികൃതമായി ഹോർമുസിൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാതെ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ ആവർത്തിച്ചിട്ടുണ്ട്. അമേരിക്ക എപ്പോൾ ഉപരോധം നീക്കുന്നോ അപ്പോൾ മാത്രമേ ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്കായി ഇറാൻ എത്തുകയുള്ളൂ എന്നുള്ളതും ഇറാൻ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ കപ്പൽ പിടിച്ചെടുത്തതായിട്ടുള്ള മറ്റൊരു വാർത്തയുമുണ്ട്. ഇറാനിയൻ അസംസ്കൃത എണ്ണ കടത്തിയതിന് ഉപരോധം ഏർപ്പെടുത്തിയ എണ്ണക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തതായി പെൻഗൺ അവകാശപ്പെട്ടിരിക്കുകയാണ്, പെൻഗൺ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കലുഷിതമായ സാഹചര്യമാണ് മൊത്തം വിലയിരുത്തുമ്പോൾ. ഇറാനാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. രണ്ടും കൽപ്പിച്ചിട്ടുള്ളതാണ്. അവരുടെ നേതൃത്വങ്ങൾ, പരമോന്നത നേതാവ് മുതൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഒരുപാട് സൈനിക നേതൃത്വങ്ങൾ തുടങ്ങിയവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ യുദ്ധം എന്നുള്ള നിലക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള കരയാക്രമണത്തിന് വരുന്ന രീതിയിലേക്ക് നടപടികൾ അമേരിക്ക സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ടും ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ തിരിച്ചടിക്കുക മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെ കൂടി ഇത് ബാധിക്കുകയും ചെയ്യും. തുടർന്നും മിഡിൽ ഈസ്റ്റിലേക്കുള്ള ആക്രമണങ്ങൾക്ക് കൂടി സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അമേരിക്കയുടെ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളും ഹോർമുസിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധവും ഇത് മാറ്റിയാൽ മാത്രമേ ഇസ്ലാമാബാദിൽ ഏതെങ്കിലും രീതിയിലുള്ള സമാധാന ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാവൂ എന്നാണ്. അല്ലാത്ത പക്ഷം സമാധാന ചർച്ചകൾ കൂടി ഉണ്ടാവില്ല എന്നുള്ള ഒരു നിലപാട് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിന്റെ താല്പര്യങ്ങളാണ് അമേരിക്കയെ ഈ ഒരു തലത്തിലേക്കൊക്കെ കൊണ്ടുപോയതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേൽ ലെബനനിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കി, അവസാനം സമാധാന ഉടമ്പടി ഉണ്ടാക്കി, അല്ലെങ്കിൽ കരാറുണ്ടാക്കി എന്നതിനപ്പുറം നിലവിൽ ഇറാനിൽ നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് സമാധാനം ഉണ്ടാകണമെങ്കിൽ ലെബനനിൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു നിലപാട് ഇറാൻ സ്വീകരിച്ചു. അങ്ങനെ താൽക്കാലികമായിട്ട് അത് കുറഞ്ഞു വരികയാണ്. പക്ഷെ അതിപ്പോൾ വീണ്ടും തുടരാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ അമേരിക്ക പിൻവലിയാതെ, ഇസ്രായേൽ ഈ ആക്രമണ ത്വരത അവസാനിപ്പിക്കാതെ ഈ പ്രശ്നം അവസാനിക്കുകയില്ല. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗൗരവതരമായ
സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പിന്തുണക്കാൻ ചൈനയും റഷ്യയും തയ്യാറാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവരെ കൂടി ആവശ്യമാണ് ഇറാന്റെ നിലനിൽപ്പ് എന്നുള്ളത്. അവരുടെ താല്പര്യങ്ങൾ കൂടി നിലനിൽക്കുന്നത് ഇറാന്റെ ഈ ഒരു ചെറുത്തുനിൽപ്പിലൂടെയാണ്. ഇറാന്റെ ഈ ഒരു വ്യവസ്ഥിതി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മുമ്പോട്ട് പോക്കാണ് അവരുടെ കൂടി നിലനിൽപ്പ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയും റഷ്യയും ഇറാനെ പിന്തുണക്കും. മറുഭാഗത്ത് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവുകയാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, അമേരിക്കയുടെ മറ്റു ലക്ഷ്യ കേന്ദ്രങ്ങളൊക്കെ നിലനിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പുനരാരംഭിച്ചാൽ വീണ്ടും ഒന്നാകെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സാധാരണ ജീവിതം അതീവ ദുസ്സഹകരമായ സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അവിടെ കച്ചവടങ്ങൾ നടക്കുന്നില്ല. ജോലിയാണെങ്കിൽ അമേരിക്കൻ കമ്പനികളിലെ ആളുകളെ ജോലിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലതരം പ്രതിസന്ധികൾ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ചും UAE സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന സമയത്താണ് അമേരിക്ക വീണ്ടും യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. ഇത് പ്രതിസന്ധി കൂടുതൽ ഗൗരവതരമായ സാഹചര്യത്തിലേക്ക് പോകും. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ദുഷ്കരമായ സാഹചര്യം തന്നെയാണ് എന്നതാണ്. ഇന്ത്യയുടെ കപ്പലുകൾ മുതൽ മിഡിൽ ഈസ്റ്റിലുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുതൽ മിഡിൽ ഈസ്റ്റിലുള്ള ഇന്ത്യക്കാർ അടക്കമുള്ള ആളുകളെ പലതരത്തിൽ ബാധിക്കുന്ന ഈ പ്രശ്നത്തെ ഈ അമേരിക്കയെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകമാകം പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം ഒന്നും കൂടി ആവർത്തിക്കുന്നതാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.